വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരും കുടുംബമായി, പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ ഒന്നുചേർന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവവചനത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ കണ്ടെത്തി തിരുത്തി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നല്ല ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. ആയതിനാൽ ഏറെ താല്പര്യത്തോടെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എടുത്ത് കയ്യിൽ തുറന്ന് പിടിക്കുക. നമുക്കിന്നത്തെ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച്, കാരുണ്യവാനും സ്നേഹിതയുമായ നല്ല ദൈവമേ കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകമായി ഏൽപ്പിച്ചു നൽകുകയാണ്. ഓരോ ദമ്പതികളും അവരുടെ കുഞ്ഞുങ്ങളും അങ്ങനെ കുടുംബമായി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. 10,000 അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സന്ദേശം അനേകരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് ഒരടിസ്ഥാനമിടുവാൻ ഇന്നത്തെ ധ്യാന ശുശ്രൂഷ കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ 60, 80, 100 മേനിയായി ഫലം പുറപ്പെടട്ടെ. ആത്മാവും ജീവനേകുന്ന വചനം ഇവരുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ അത് ക്രിയ ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന ജീവിത പങ്കാളികളെ, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിൻ
വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയ മാതാപിതാക്കന്മാരെ, ദമ്പതികളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുടുംബം പണിയുക എന്നുള്ളതാണ്. കുടുംബത്തെ നമ്മൾ പണിയുന്നവരായി മാറുക. കുടുംബം പണിയാതെ വീട് പണിതിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് അനേകർ വിദേശത്തെ പണം കൊണ്ട് ലക്ഷങ്ങളും കോടികളും വില വരുന്ന അതിമനോഹരമായ കൊട്ടാരത്തിന് സദൃശ്യമായ വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പണമുണ്ടെങ്കിൽ നമുക്ക് അതിമനോഹരമായ വീട് പണിയുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ആ പണം കൊണ്ട് കുടുംബം പണിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആയതിനാൽ വീട് പണി നിർത്തിവെച്ചിട്ട് നിങ്ങൾ കുടുംബം പണിയുന്നവരായി നിങ്ങൾ മാറ്റപ്പെടുക. തിരുവചനത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ നോഹയെയും കുടുംബത്തെയും ദൈവം പരിചയപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഭൂമിയിലെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടുകഴിഞ്ഞു. ആയതിനാൽ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന്. ഭൂമിയിലെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടുകഴിഞ്ഞു. അപ്പം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ അവരെ ആക്കി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ഹൃദയം മലിനമായി. അവരുടെ ചിന്തകളും ഭാവനകളും, ചിന്തിക്കുന്നത് മുഴുവൻ, അവരുടെ ഭാവനകൾ മുഴുവൻ ദുഷിച്ചത് മാത്രമാണെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ പ്രകൃതിയിൽ മുഴുവൻ, ഭൂമിയിലെ മുഴുവൻ സകല മനുഷ്യരും, ഓരോ കുടുംബങ്ങളും, കുടുംബത്തിലെ സകല അംഗങ്ങളും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ. അത്രമാത്രം മ്ലേച്ഛതകൾ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് വ്യാപിച്ചു വളർന്നു. അവർ ചിന്തിക്കുന്നത് പോലും അശുദ്ധമാണ്. അവരുടെ ഭാവന പോലും ദുഷിച്ചത് മാത്രമാണ്. ആയതിനാൽ അവരുടെ വാക്കുകൾ ദുഷിച്ചതായി മാറി. പ്രവർത്തികൾ പ്രകൃതി വിരുദ്ധമായ പാപങ്ങളിലേക്ക് അവർ പോകുന്ന അവസ്ഥ വരെ എത്തി. ഇത് കണ്ടിട്ട് പ്രിയമുള്ളവരെ, ദൈവം കരയുകയാണ്. ആദ്യമായിട്ട് ദൈവം ദുഃഖിച്ചു എന്ന് തിരുവചനത്തിൽ പറയുന്നത് ഈ ഭാഗത്താണ്. ദൈവം ദുഃഖിച്ചു, അത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അപ്പം ദൈവത്തിന് അത്രമാത്രം ഒരു വേദനയുണ്ടാക്കി, അവൻ്റെ ഹൃദയത്തെ അത്രമാത്രം മുറിപ്പെടുത്തി. എന്താ കാരണം? ദൈവം സൃഷ്ടിച്ച ദൈവജനം, അവരുടെ ചിന്തകൾ, ഭാവനകൾ, വാക്കുകൾ, പ്രവൃത്തികളെല്ലാം ദുഷിച്ചത് മാത്രമാണ്. ഇന്നും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചിന്തകളെല്ലാം ദൈവികമല്ല, അശുദ്ധമാണ്. നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കിടക്കുന്നത് വരെയും
ഇതിൻ്റെ ഇടയിലുള്ള ചിന്തകൾ മുഴുവൻ ലോകത്തിൻ്റെ ചിന്തകളാണ് നമുക്കുള്ളത്. ഭൗതിക ചിന്തകളാണ്. എന്തുണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, 10 കാശും കൂടെ എങ്ങനെ ലാഭമുണ്ടാക്കാൻ പറ്റും, അവ എങ്ങനെ കുറെ കൂടെ കരകയറാൻ പറ്റും. അപ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണ് ചിന്തിക്കുന്നതും ഭാവന കാണുന്നതും വാക്കുകൾ പ്രവർത്തികളെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ചിന്തകളും ഭാവനകളും മുഴുവൻ ദുഷിച്ചതാണെന്ന് കണ്ടു ദൈവം അത് കണ്ടിട്ട് വേദനിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തെ വളരെ വ്രണപ്പെടുത്തിയത്. എങ്കിലും വീണ്ടും തിരുവചനം അവിടെ പറയുകയാണ്, അവരുടെ ഇടയിൽ ദുഷിച്ച ആ തലമുറയുടെ ഇടയിൽ ഒരു കുടുംബത്തെ, ഒരു കുടുംബനാഥനെ ദൈവം കണ്ടു. ആരെയാണത്? നോഹ ആരാ? നോഹ വെറും സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരപ്പൻ, ഒരു ഭർത്താവ്, ഒരു കുടുംബനാഥൻ, വലിയ വിദ്യാഭ്യാസമില്ലാത്ത, പറമ്പിപ്പണിയൊക്കെ ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന വെറും സാധാരണ ഒരു മനുഷ്യനാണ് ഈ നോഹ. എന്നാൽ ഈ നോഹ ചുറ്റുപാടുമുള്ള ജനതകൾ മുഴുവൻ വഴിതെറ്റിയപ്പോഴും അവിടെ പ്രവർത്തനങ്ങളും അവരുടെ വ്യാപാരങ്ങളും മുഴുവൻ ലോകപ്രകാരമുള്ളതായി മാറ്റപ്പെട്ടപ്പോഴും നോഹ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് എത്രയോ സന്തോഷം നൽകുന്ന കാര്യമാണ്, എത്രയോ ആനന്ദപ്രദമായ കാര്യമാണ്. നോഹയിൽ മാത്രമാണ് ദൈവം പ്രസാദിച്ചത്. ദൈവത്തിന് അല്പം സന്തോഷം തോന്നിയത്, അല്പമെങ്കിലും ദൈവത്തിനൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ നോഹയെ കണ്ടിട്ട്. നോഹ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ലോകം ഒഴുകുന്നത് പോലെ അവൻ ഒഴുകാൻ ശ്രമിച്ചില്ല. നാട്ടുകാർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ശ്രമിച്ചില്ല. ഒരുപക്ഷെ അവൻ്റെ അപ്പനും അമ്മയും പോലും, ഭാര്യയുടെ വീട്ടുകാർ, ഭാര്യയുടെ സഹോദരങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, സ്വന്തം അയൽവക്കത്തുള്ളവർ എല്ലാവരും, അവൻ്റെ കൂടെ കളിച്ച് വളർന്ന അവൻ്റെ കൂട്ടുകാർ ഒക്കെയും ലോകത്തിൽ മുഴുകി ലോകത്തിൻ്റെ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ വേർപെട്ട ഒരു ജീവിതം നയിക്കുവാൻ, ദൈവത്തിലോട്ട് മാത്രം നോക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ തിരുമുഖം മാത്രം കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ചുകൊണ്ട്, ദൈവകൽപ്പന മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ. ഹല്ലേലൂയ. ഈ കുടുംബനാഥൻ, ഈ നോഹ, പ്രിയമുള്ള മാതാപിതാക്കളെ, നമുക്ക് ഏറെ ഒരു പ്രചോദനം നൽകുന്നില്ലേ? നമുക്ക് ഒരു മാതൃക നൽകുന്നില്ലേ? നമുക്ക് ഒരു വലിയൊരു വിളക്കാണ് ഈ നോഹ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കങ്ങനെ പറ്റിയത്, കൂട്ടുകാരനെ നിർബന്ധിച്ചത് കൊണ്ടാണ്, സമ്മർദ്ദം മൂലമാണ് ഞാൻ വീണുപോയത്, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാത്തത്, പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ, വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് നമുക്കൊരിക്കലും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. നോഹയ്ക്ക് അങ്ങനെ അനുകൂല സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന്, ഒരേ ഒരു വ്യക്തിയിൽ നിന്ന് പോലും നോഹയ്ക്ക് ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കിട്ടിയിരുന്നില്ല. ഒരു അനുകൂല സാഹചര്യം അവനുണ്ടായിരുന്നില്ല. മറിച്ച് അവൻ കളിയാക്കൽപ്പെടുന്ന വ്യക്തിയായിരുന്നു. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും കളിയാക്കുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്ത വ്യക്തിയായിരുന്നു. അതിൻ്റെ ഇടയിലും അവന് ആവേശം കൊള്ളാനോ
അവനൊരു മാതൃക കണ്ടുപഠിക്കാനോ ആ ദേശത്ത് അവൻ്റെ ചുറ്റുപാടും ഒരൊറ്റ മനുഷ്യനും ഇല്ലാതിരിക്കെ തന്നെ അവൻ ദൈവത്തിലോട്ട് നോക്കി, ദൈവത്തിൽ ശരണപ്പെട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവസ്വരം കേട്ടു, ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിച്ച് മുന്നോട്ട് പോയവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോഹ അവൻ കുടുംബം പണിതവനാണ്. അവൻ കുടുംബം പണിതവനാണ്. അതുകൊണ്ടാണ് അവന് പെട്ടകം പണിയുവാനായിട്ട് സാധിച്ചത്. ദൈവത്തിന് നോഹയിൽ പ്രസാദം തോന്നി. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ട് ആ ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തപ്പോൾ, പ്രളയത്താൽ ആ ഭൂമി മുഴുവൻ നശിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചപ്പോൾ, നോഹയുടെ കുടുംബത്തെ അവരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയോട് പറയുക, നീ വലിയൊരു പെട്ടകം പണിയുക, നീ വലിയൊരു പെട്ടകം പണിയുക. അതിൻ്റെ അളവ്, വലിപ്പം, തൂക്കം, ഉയരം, എത്ര അറകൾ ഉണ്ടായിരിക്കണം, അറകളുടെ വലിപ്പം, അതിൻ്റെ അടപ്പ്, മേൽവശം, സൈഡ്, ഏത് തടി കൊണ്ട് പണിയണം, ഓരോ പീസുകൾക്കുമുള്ള വലിപ്പം എത്രയാ, എത്ര അടി, എത്ര ഇഞ്ച്, ഇതെല്ലാം കൃത്യമായിട്ട് ഇതാ ദൈവം ഈ നോഹയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവത്തിൽ നിന്ന് ഈ പ്ലാൻ വാങ്ങിച്ചിട്ട് നോഹ പണി ആരംഭിക്കുക. ഭാര്യയോട് പറഞ്ഞു, രാത്രി കിടന്നപ്പം ഭാര്യയോട് പറഞ്ഞു, നാളെ പെട്ടകം പണി ആരംഭിക്കുകയാണ്. മക്കളോടും പറഞ്ഞു, മക്കളെ നമ്മൾ നാളെ വലിയൊരു പെട്ടകം പണിയാൻ പോവുകയാണ്. അയനാപ്പച്ച നമ്മൾ ഈ പെട്ടകം പണിയുന്നത്, അത് പെട്ടകം പണിയുന്നു. എടാ ദൈവം പറഞ്ഞു മോനെ, മക്കളെ ദൈവം പറഞ്ഞു പെട്ടകം പണിയാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു. അതേ മക്കളെ, ദൈവം പറഞ്ഞു. എന്നാ തുടങ്ങണ്ട, നമുക്ക് നാളെ തുടർന്നേക്കാം. അവിടെ മോനെ നീ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന മലമുകളിൽ പോയി ഇന്ന തടി വെട്ടിക്കൊണ്ടുപോവാ. മറ്റൊന്ന് പറഞ്ഞു, നീ കാട്ടിപ്പോയി ഇന്ന തടി വെട്ടിക്കൊണ്ടുപോവാ. അപ്പൻ പറഞ്ഞ അതേ തടികൾ അതേ അളവിൽ ഈ മക്കൾ വെട്ടിക്കൊണ്ട് വരികയാണ്. ഒരു കൂട്ട പരിശ്രമം അവിടെ നടക്കുകയാണ്. ഈ അപ്പനും 3 മക്കളും ആശാരിപ്പണി ചെയ്ത് ഈ 4 പേര് നാളുകൾ കൊണ്ട് പണി ചെയ്യുകയാണ്. അവരുടെ ഭാര്യമാർ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനിത് ഭാവനയെ കാണുകയാണ്. ഈ മക്കൾ എപ്പോഴെങ്കിലും അപ്പനോട് പറയുന്നില്ല, അപ്പ ഇത് ദൈവം തന്നെ പറഞ്ഞതാണോ, അല്ലെങ്കിൽ നമ്മുടെ തോന്നലാണോ, ഇത് പണിയേണ്ട ആവശ്യമുണ്ടോ? കാരണം മഴയെന്ന് പറയുന്നൊരു സാധനം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമുക്ക് ഇത്രയും വയസ്സായി, ഇത്രയും കാലത്തിനിടയിൽ നമ്മളോ ഇതിന് മുൻപോ ഒരു ചരിത്രമില്ല മഴ എന്ന് പറയുന്ന സാധനം. മഴ എന്നതാ, ഇതെങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ മഴ അങ്ങനെ ഉണ്ടോ സാധനം? മഴ പെയ്യുമോ? ഇങ്ങനെയൊരു ചോദ്യം ഈ മക്കളുടെ ഭാഗത്തുനിന്ന് അപ്പനോടുണ്ടായില്ല. എന്തായിരിക്കും ഇതിന് കാരണം? കാരണം ഈ മക്കൾക്കറിയാം, ഈ മക്കൾക്ക് അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, മക്കളുമായിട്ടുള്ള അപ്പൻ്റെ ബന്ധത്തിൽ നിന്ന് അവർക്കറിയാം, എൻ്റെ അപ്പൻ വെറുതെ പറയേല, തമാശ പറയേല, എൻ്റെ അപ്പന് തെറ്റു പറ്റുകയില്ല, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണെന്ന്, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇത് എന്ന് മക്കൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അപ്പൻ വെറുതെ തമാശ പറയുന്നവനല്ല, അപ്പന് ദൈവവുമായിട്ടുള്ള ബന്ധം ഈ മക്കൾക്കറിയാമായിരുന്നു.
അപ്പോൾ എൻ്റെ അപ്പന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഈ അപ്പൻ പെട്ടകം പണിയുവാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ള മക്കൾക്ക് അപ്പനിലുള്ള ഉറപ്പ്, ഈ മക്കൾക്ക് അപ്പനിലുള്ള വിശ്വാസം, എൻ്റെ അപ്പൻ ദൈവവുമായിട്ട് സംസാരിക്കുന്നയാളാണ്, എൻ്റെ അപ്പന് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്, ദൈവ സ്വരം കേൾക്കുന്നയാളാണ്. ഇതിന് മുൻപുള്ള മുൻ പരിചയത്തിൽ നിന്ന്, മുൻ അനുഭവത്തിൽ നിന്നാണ് ഈ മക്കൾ ഈ അപ്പനെ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇത്ര അടി, ഇത്ര ഇഞ്ച് നീളം ഉള്ള തടി അത് അറുത്ത് മുറിച്ച് കഷ്ണമാക്കി കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ കൃത്യം അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന അതേ അളവിൽ ഒരിഞ്ച് വ്യത്യാസമില്ലാതെ അവളുടെ മക്കളാണ് എന്നാ ചെയ്യും, എവിടെ കൊണ്ടൊന്നും കണ്ടിച്ച് ഇവിടെ കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യാവോ എന്ന് തള്ളി കയറ്റി വെച്ച് അല്ലെങ്കിൽ ആണി അഴിച്ച് വെച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കും. അപ്പൻ പറഞ്ഞ അതേ കനം, അതേ വലിപ്പം, അതേ വീതി, അത്ര കൃത്യം ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ മുറിച്ച് ഇതാ ചേരൻ്റെ അടുത്ത് ചേർത്ത് 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 പെട്ടകം പണിയുക. ഈ മക്കൾ ഇത്രമാത്രം ഈ അപ്പനെ അനുസരിക്കാൻ കാരണം എന്താ? എൻ്റെ അപ്പൻ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഈ മക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അപ്പനിലുള്ള വിശ്വാസം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതാണോ? അല്ല, ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇത് ജീവിതത്തിലുടനീളം ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ മക്കൾ ചെറുപ്പം മുതലേ കണ്ടുപഠിച്ചതാണ്. അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവർക്ക് അപ്പനിൽ വിശ്വാസമാണ്. കാരണം എന്താ? എൻ്റെ അപ്പന് ദൈവവുമായിട്ടുള്ള ബന്ധം അവർക്കറിയാം. ആ ഫെയ്ത്ത്, ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ വിശ്വാസം ഈ നോഹ എന്ന് പറയുന്ന അപ്പൻ, ഈ ഭർത്താവ്, പ്രിയമുള്ളവരെ, മക്കൾക്ക് കൈമാറി, മക്കൾക്ക് കൊടുത്തു. ഇതാ ഞാൻ പറഞ്ഞത്, അവൻ കുടുംബം പണിതവനാ. നല്ലൊരു വീട് അവനില്ലായിരുന്നു, പക്ഷേ അവൻ കുടുംബം പണിതവനാ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ കുടുംബം പണിതവരാണോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ദൈവഭക്തിയിൽ നിങ്ങളുടെ മക്കളെ പണിയുവാൻ, നിങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നു എന്ന്. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നു. ആ കാലഘട്ടത്ത് ചുറ്റുപാടുമുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ വഴി വിട്ടു നടന്നപ്പോൾ, ദൈവത്തിൻ്റെ മാർഗം വിട്ടു നടന്നപ്പോൾ, നോഹ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നു. അത് മക്കൾക്ക് ഒരു അനുഗ്രഹമായി, മക്കൾക്ക് ഒരു പാഠമായി. ഈ ശബ്ദം കേൾക്കുന്ന ഭർത്താവേ, ഭാര്യയെ, മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുമ്പോൾ ആരെല്ലാം നിങ്ങളെ കൊത്തിപ്പറിക്കാൻ വന്നാലും, കളിയാക്കാൻ, കുറ്റപ്പെടുത്താൻ, പരിഹസിക്കാൻ, ഒറ്റപ്പെടുത്താൻ വരുമ്പോഴും ദൈവത്തിൻ്റെ തിരുമുഖം നോക്കി ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് തലമുറകൾക്ക് നിങ്ങൾ കൈമാറുന്ന വിശ്വാസമാണ്. അങ്ങനെയാണ് നിങ്ങൾ കുടുംബം പണിയുക. കുടുംബം പണിയാതെ കോടികൾ കൊണ്ട് വീട് പണിതാലും അതിനകത്ത് വസിക്കുമ്പോൾ സമാധാനം നമുക്ക് കിട്ടുകയില്ല. സമാധാനം നമുക്ക് കിട്ടുകയില്ല, ഉറക്കം കിട്ടുകയില്ല. എന്നാൽ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ അത് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ നോഹ പെട്ടകം പണിതു. ആ പെട്ടകത്തിൽ ഇവർ മാത്രമാണ് പ്രവേശിച്ച് രക്ഷ പ്രാപിച്ചത്. അതുകൊണ്ട് നല്ല ഒരു കുടുംബം പണിയുന്ന പ്രിയ മാതാവേ, പിതാവേ, അതുവഴി നിങ്ങളുടെ കുടുംബം മുഴുവൻ, മക്കളും
അവരോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ജീവിത പങ്കാളിയും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അതിനായി ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളെ അടച്ച് ഇരു കരങ്ങളെയും ദൈവകരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഏറ്റെടുക്കണമേ. അത്ഭുത കൃപയുടെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദമ്പതികളും കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. നീയുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ ആഴപ്പെട്ട വിശ്വാസത്തിലുള്ള ജീവൻ നയിപ്പാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുറ്റുപാടുമുള്ളവരും ബന്ധുക്കാരും സ്നേഹിതരും മുഴുവനും കർത്താവെ അവരുടെ ചിന്തകൾ ദുഷിച്ചതായിരിക്കുമ്പോൾ നിന്റെ വഴി പിന്തുടരുവാൻ, നിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഉന്നതത്തിലുള്ള ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. 10,000ങ്ങളിലേക്ക് ഈ അഭിഷേകം പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരുടെ കുടുംബം കർത്താവേ, നോഹയുടെ കുടുംബം പെട്ടകത്തിലൂടെ രക്ഷപ്രാപിച്ചതുപോലെ നീയാകുന്ന മാർഗത്തിലൂടെ ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ നീയുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ വളരുവാൻ, അത് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തകർന്ന കുടുംബങ്ങളെ, കുടുംബ ജീവിതങ്ങളെ അങ്ങ് പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.